വലിയ ചുവട് വയ്ക്കുവാൻ ഈ ഒരു പിന്തുണ വലിയ സഹായകമാകുമെന്ന പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ DMK-യുടെ ഈ നിലപാട് മാറ്റം എത്രത്തോളം അൻവറിനെ സ്വാധീനിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അൻവർ എന്ത് പറയുമെന്ന് അറിയുവാനുള്ള കാത്തിരിപ്പിലാണ് ഇവിടെ എത്തിയവരൊക്കെ. ഈ കാര്യങ്ങൾ എവിടുന്ന്? ഞാൻ വേങ്ങര. എന്താണ് ഇവിടെ അൻവറിന്റെ ഇത് കേൾക്കാൻ വേണ്ടി മാത്രമോ? അതെ. എന്താണ് നിങ്ങൾക്ക് താല്പര്യം? അൻവർ പറയുന്നുണ്ട്, കാരണം എന്താണ്? അൻവർ പറയുന്നതിനോട് താല്പര്യം, ഇത്ര കാലമായിട്ട് ഏകദേശം 3-4 വർഷമായിട്ട് ജനങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെടുന്നില്ല. ഉദ്യോഗസ്ഥന്മാരുടെ വേണ്ടാത്തരങ്ങള്. അൻവറിന് പാർട്ടിയുടെ പിന്തുണ പോലും ഇല്ല. അത് എത്രമാത്രം അൻവറിന് മുന്നോട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൂടുന്നല്ലേ പാർട്ടി ജനങ്ങൾ ഇനിയും കൂടുമ്പോൾ ഇനിയും പുതിയ പാർട്ടികളുണ്ടാവും, പുതിയ പ്രസ്ഥാനങ്ങളുണ്ടാവും. ലോകത്ത് അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ വന്നിട്ടുള്ളത്, ഇനിയും വന്നുകൊണ്ടിരിക്കും. അൻവറിന് കൂടി ഈ ഒരു പ്രസ്ഥാനത്തിൽ പങ്കുചേരാനും അൻവറിന്റെ ഒപ്പം സ്ട്രോങ് ആയിട്ട് നിന്ന് കൊടുക്കാനും തന്നെയാണ്. വേണ്ടി വന്ന ആളെ കൂട്ടാനും അത് പാർട്ടിയായിട്ട് രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഞാനെന്ന് മാത്രമല്ല എന്റെ അടുത്തുള്ള ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ എല്ലാം ഉണ്ടാവും. പലരും പറയുന്നത് ആ സാധാരണക്കാർ പറയാൻ ആഗ്രഹിച്ചതാണ് അൻവർ പറഞ്ഞതെന്നുള്ളത്. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ? അതെ, അതാണ് 100% ഓക്കെയാണത്. അതുകൊണ്ടാണല്ലോ അത്ര ആളുകളെ, അല്ലാതെ ഇപ്പോൾ ആളുകൾ വരുമോ? DMK കൂടെ വേണ്ട എന്നൊക്കെയാണ് ഇപ്പോഴും പുതിയ വാർത്ത വരുന്നത്. നിരാശ ഉണ്ടോ അതില്? DMK വേണ്ട. DMK അൻവറിനെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വേണ്ട. DMKക്ക് ഇപ്പൊ നമുക്ക് നിർബന്ധമില്ല. പക്ഷെ നമ്മളുടെ വികാരം ആവശ്യവും നമ്മൾ മുന്നേറിയിക്കണ്ടേ. നമ്മള് അൻവറിനെ മുൻനിർത്തി തന്നെ അൻവർ മുന്നോട്ട് പറയുമ്പോൾ നമ്മള് സിറ്റിസൺ പിന്നെന്താ, ജനങ്ങളല്ലേ എല്ലാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ആരുണ്ടായാലും ഇല്ലെങ്കിലും ജനങ്ങൾ കൂടെ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. കൂടുതൽ ആളുകൾ എവിടുന്നാണ് എവിടെയാണ് വന്നിട്ടുള്ളത്? ഞാൻ മുക്കം. എന്താണ് ഇവിടെ വരാനുള്ളൊരു കാരണം? ഞങ്ങള് മീഡിയയിൽ കണ്ടിങ്ങനെ അൻവറിന്റെ ഈ കാഴ്ചപ്പാടുകളില്ലേ ഈ പുറത്തുവിട്ടെ, അതിനോട് നമുക്ക് മാനസികമായി യോജിപ്പുണ്ടാകൊണ്ട് ഇങ്ങനെ അൻവർ വിളിച്ചിട്ട് വന്നതല്ല, ഞങ്ങൾ മീഡിയയിൽ കണ്ട ഇന്ന് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്നാ. പറയുന്നവരോട് യോജിപ്പുള്ളതുകൊണ്ട് അതുകൊണ്ട് അല്ലേ ഇവരുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് യോജിച്ചു പോവോ നിങ്ങളൊക്കെ? രാഷ്ട്രീയ വിശദീകരണം അങ്ങനെയാന്ന് കേട്ടില്ലല്ലോ, അറിയട്ടെ. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇതിനു മുമ്പ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാ. BJP-യിലായിരുന്നു. BJP-യുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. തിരുവമ്പാടി മണ്ഡലത്തിന്റെ അറിയപ്പെടുന്ന ആൾ തന്നെയാണ്. ഞാനിപ്പോ കുറെ കാലമായിട്ട് രാഷ്ട്രീയം അതിലില്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു പോയി. അപ്പൊ സ്വതന്ത്രനാണ്. പണ്ട് ഇവിടെ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചില്ലേ, നീലേശ്വരം ബൂത്തിൽ ഞങ്ങള് സ്വതന്ത്രനായിട്ട് അന്നേരം ഇങ്ങേർക്ക് വേണ്ടി ഒരു 45 വോട്ട് ശേഖരിച്ചു കൊടുത്തു. അൻവർ എന്ത് പറയണമെന്നുള്ളത് ഞങ്ങൾ പോയില്ല. ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന വിഷയം അത് തന്നെയാണ്. ആളുകളൊക്കെ ഇത്തരത്തിലാണ് പലരും പ്രതികരിക്കുന്നത്. പലരും ഈ ഒരു തരത്തിൽ. ചേട്ടൻ എവിടുന്ന് വരുന്നു? കടലുണ്ടി. അൻവറിന്റെ ഇതിനോട് അൻവർ പറഞ്ഞ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി പറയാനോ ഒന്നും സാധിക്കാത്തതിന്റെ പേരിൽ അൻവർ പറയുന്നത് വളരെ ശരിയാണെന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് അൻവറിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കടലുണ്ടി തന്നെ. ഞാൻ രാവിലെ ഒരു 10 മണി സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു വന്നിട്ടുണ്ട്. എത്ര സമയമാണ് ഈ പരിപാടി, നേരം വൈകിയാലും ശരി കണ്ടിട്ടേ പോവുള്ളൂ എന്നുള്ളൊരു ഇതിൽ തന്നെ. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിലവിൽ ഞാനൊരു CPM അനുഭവിയായിരുന്നു. എനിക്ക് ആ പാർട്ടിനോട് വെറുത്തതുകൊണ്ടാണ് ഞാനിപ്പോ അൻവറിന്റെ ആ ഒരു അൻവർ പറയുന്നതിൽ നിങ്ങൾക്ക് പറയാൻ ശരിയാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കുള്ളത്. അങ്ങനെയാണ് അൻവറിനെ സംബന്ധിച്ച് വലിയ കരുത്ത്. അതായത് അൻവർ പറയുന്നത് സാധാരണക്കാർ കേൾക്കുന്നു, സാധാരണക്കാർ അൻവറിന്റെ വാക്കിനെ വില കൽപ്പിക്കുന്നു. ആ ഒരു ബലം തന്നെയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിച്ചവരൊക്കെ കോഴിക്കോട് നിന്നും കടലുണ്ടിയിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ എത്തിയവരാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ 100 കണക്കിന് ആളുകൾ ഇനിയുള്ള മണിക്കൂറിൽ ഇവിടെ എത്തിച്ചേരും. സ്വാഭാവികമായിട്ടും ആരൊക്കെ അൻവറിന്റെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത്തരത്തിൽ എത്തിച്ചേരുന്ന ആളുകൾ തന്നെയായിരിക്കും അൻവറിന് ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകാൻ കരുത്തു നൽകുന്നത്. ഒപ്പം തന്നെ അവരെല്ലാം കാത്തിരിക്കുന്നത് അൻവർ എന്ത് പറയും എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ മുൻപ് വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞതിനപ്പുറം ഇനി എന്ത് ചെയ്യുന്നു, എന്താണ് തന്റെ രാഷ്ട്രീയ നയം, എന്താണ് താൻ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇനിയിപ്പോൾ DMK-യുടെ പിന്തുണയില്ലെങ്കിലും താൻ എങ്ങനെ മുന്നോട്ട് പോകും, ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ അൻവറിന്റെ ഇന്നത്തെ ഈ ഒരു പ്രഖ്യാപനത്തിൽ മറുപടി ലഭിക്കുന്ന പ്രതീക്ഷയാണ് ഉള്ളത്. കനത്ത മഴ പെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ഈ ഒരു പരിപാടിക്ക് തടസ്സമാകുമെന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും 6 മണിക്ക് ശേഷമേ പരിപാടികൾ തുടങ്ങൂ എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അശ്വതി, അനുമോദ, ഈ